ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻസ് എല്ലാം തന്നെ കാണാറുണ്ട്. ഒരുപാട് സന്തോഷം. ഒരു ഫാമിലി പോലെ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് ഓർക്കുമ്പോൾ ബീന മിസ്സിൻ്റെ എഫേർട്ടാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോലും ബീന മിസ്സിൻ്റെ എഫേർട്ടാണ് ഓരോ കുട്ടിക്കും കൃത്യമായിട്ട് ക്ലാസ് കിട്ടണം, നല്ല രീതിക്ക് എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ സന്തോഷ വാർത്തയാണ്, നമ്മളെ ബീന മിസ്സിൻ്റെ വാവ വന്നിട്ടുണ്ട്. ബേബി ബോയ് ആണ്. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഹിസ്റ്ററി വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ചരിത്ര വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. പ്രധാനമായും ഇന്ത്യ ചരിത്രവും കുറച്ച് ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. കേരള ചരിത്ര നവോത്ഥാനം എന്നത് നമുക്ക് മറ്റൊരു ക്ലാസ് ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇന്ത്യ ചരിത്രവും കുറച്ച് ലോക ചരിത്ര ചോദ്യങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, വ്യാവസായിക വൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി, അതായത് ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിച്ചു. അത് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന സുഭാഷ് ചന്ദ്രബോസാണ് ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചത്. ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചതാരാണ്? സുഭാഷ് ചന്ദ്രബോസാണ് കേട്ടോ. ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കുമ്പോൾ ഇതിന്റെ ലക്ഷ്യം, പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ ചോദ്യത്തിലുണ്ട്, ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ പുരോഗതിയാണ്. വ്യാവസായിക വൽക്കരണം എന്നൊരു ആശയത്തിന്റെ മേലെയാണ് ഈ ഒരു ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കുന്നത്. ഈ ഒരു ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രഥമ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ് ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രഥമ അധ്യക്ഷൻ. ദേശീയ ആസൂത്രണ സമിതി 1938 സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ലക്ഷ്യം ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ പുരോഗതിയാണ്. ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രഥമ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവുമാണ്. ഓക്കെ, അടുത്തത് 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് 1933. അപ്പോൾ വർഷം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദണ്ഡിയാത്രയല്ല. ദണ്ഡിയാത്ര നമുക്കറിയാം 1930 1930 ഓക്കെ. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ ഒരു പര്യടനം അറിയപ്പെടുന്ന പേര് ഹരിജൻ യാത്രാ പര്യടനം എന്നാണ്. ഹരിജൻ യാത്ര അല്ലെങ്കിൽ പര്യടനം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ കേട്ടോ. അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഇവിടെ തന്നിട്ടുള്ളതിൽ ഏതാണ്? പുരാണ കിലയാണ് കേട്ടോ. പുരാണ കിലയുടെ നിർമ്മാണം ആരംഭിച്ചത് ഹുമയൂണിന്റെ ഭരണകാലത്തായിരുന്നു. പുരാണ കിലയുടെ നിർമ്മാണം ആരംഭിച്ച സമയത്തെ മുഗൾ ഭരണാധികാരി ആരാണ്? ഹുമയൂൺ ആണ്. എന്നാൽ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതായത് പുരാണ കിലയുടെ പണി പൂർത്തിയാക്കുന്നത് ഷേർഷാ സൂരിയുടെ കാലഘട്ടത്തിലാണ്. ഷേർഷാ സൂരിയാണ് പണി ആരംഭിക്കുന്നത് ഹുമയൂണിന്റെ കാലഘട്ടത്തിലാണെങ്കിലും പുരാണ കിലയുടെ പണി പൂർത്തിയാക്കുന്നത് ഷേർഷാ സൂരിയുടെ കാലത്താണ്. ഓക്കെ, അപ്പോൾ അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച കോട്ടകളാണ് ലാഹോർ കോട്ട, ആഗ്ര കോട്ട, അലഹബാദ് കോട്ട എന്നിവയൊക്കെ. ഓക്കെ, വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചും പറഞ്ഞും നമ്മൾ പഠിച്ചൊരു ആൻസർ ആണ് രാമനമ്പി. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത്, കുറിച്യ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. ഈ ഭാഗത്ത് വരുന്ന ഒരു ചോദ്യമുണ്ട്, ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ച വയനാട്ടിലെ ഗോത്രജനത നടത്തിയിരുന്ന ഒരു പരമ്പരാഗത കൃഷിയുണ്ട്. അതേതാണ്? അത് വെട്ടിച്ചൂട്ട് കൃഷിയാണ് കേട്ടോ. വെട്ടിച്ചൂട്ട് കൃഷി. ഓക്കെ, ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ച വയനാട്ടിലെ ഗോത്രജനത നടത്തിയിരുന്ന പരമ്പരാഗത കൃഷിയുടെ പേരെന്താണ്? വെട്ടിച്ചൂട്ട് കൃഷിയാണ്. നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ ഒരു ഫേസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്ന പേരെന്താണ് എന്നത്. ഓർമ്മയുണ്ടോ? ചോദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾ കുറേ പേര് ആ ഒരു ഫേസ് അറ്റംപ്റ്റ് ചെയ്തതാണ്.
അപ്പോൾ മിൽപ്പ എന്നതായിരുന്നു അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. കണക്റ്റഡ് ആയതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത് എന്ന് വാദിച്ചത് ഗാന്ധിയാണ്, ഗാന്ധിജി. ഈ ഒരു സ്വരാജ് എന്ന ആശയം ഗാന്ധിജി ആദ്യമായി അവതരിപ്പിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ് എന്നത്. ഹിന്ദ് സ്വരാജ് ഗാന്ധിജിയുടെ ആദ്യ പുസ്തകവും ഹിന്ദ് സ്വരാജ് തന്നെയാണ്. സ്വരാജ് എന്ന ആശയം ഗാന്ധിജി ആദ്യമായി അവതരിപ്പിച്ച പുസ്തകം ഹിന്ദ് സ്വരാജ്. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകവും ഹിന്ദ് സ്വരാജ് ആണ്. ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നതാണ് രാഷ്ട്രീയ സ്വരാജ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് കേട്ടോ, ഗാന്ധിയാണ്. ഗാന്ധി ഈ ഒരു ആശയം, സ്വരാജ് എന്ന ആശയം ആദ്യമായി ഗാന്ധിജി അവതരിപ്പിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ് എന്നത്. ഹിന്ദ് സ്വരാജ് ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകവും ഹിന്ദ് സ്വരാജ് തന്നെയാണ് കേട്ടോ. ഹിന്ദ് സ്വരാജ്, ഇന്ത്യയുടെ സ്വയംഭരണം എന്നതാണ് ഹിന്ദ് സ്വരാജ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഹിന്ദ് സ്വരാജ് എന്നതാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം. ഈ ഒരു പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ഗാന്ധി സ്വരാജ് എന്ന ആശയം അവതരിപ്പിക്കുന്നത്. ഓക്കെ. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവരിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? രാജ്ഗുരു ആണ്. രാജ്ഗുരു HSRAയുടെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HSRAയുടെ നേതാക്കളിൽ പ്രധാനിയായിരുന്നു. HSRAയുടെ നേതാക്കൾ ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരായിരുന്നു. ഇവരിൽ ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23 ഓക്കെ. അപ്പോൾ ചൂടെ തന്നിട്ടുള്ളവയിൽ ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 രാജ്ഗുരുവിനെ തൂക്കിലേറ്റി. ഓക്കെ. ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകം രചിച്ചത് രാമചന്ദ്ര ഗുഹയാണ്. രാമചന്ദ്ര ഗുഹ. രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ വിചാരണ ചെയ്യപ്പെട്ടത് ന്യൂറംബർഗിലാണ്. ന്യൂറംബർഗ്. 18-ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എല്ലായിടത്തും അവൻ ചങ്ങലയിലാണ് എന്ന പ്രസിദ്ധമായ വാക്കുകൾ റൂസോയുടേതാണ് കേട്ടോ. ജീൻ ജാക്വസ് റൂസോ. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. ഏതാണെന്നറിയാമോ? സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. സോഷ്യൽ കോൺട്രാക്റ്റ് ഭരണകൂടത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട റൂസോയുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ് കേട്ടോ, സോഷ്യൽ കോൺട്രാക്റ്റ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം? ചുവടെ തന്നിരിക്കുന്നവയിൽ സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവരാണ് CR ദാസും മോത്തിലാൽ നെഹ്റുവും. ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ബാന്തുങ് സമ്മേളനമാണ്. ബാന്തുങ് സമ്മേളനം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫ്രഞ്ച് വിപ്ലവം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തിരഞ്ഞെടുക്കുക. മെർക്കന്റലിസ്റ്റ് നിയമം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ പറഞ്ഞിട്ടുണ്ട്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ കണ്ടിരുന്നല്ലേ. ഓക്കെ, അപ്പോൾ 2 ഉൾപ്പെടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഓപ്ഷൻ 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അടുത്തത് കോണ്ടിനെന്റൽ കോൺഗ്രസ്, പാരീസ് ഉടമ്പടി. ഇവ 3 തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ, കോണ്ടിനെന്റൽ കോൺഗ്രസ്, പാരീസ് ഉടമ്പടി എന്നിവ. ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഫ്രാൻസിൽ ഉണ്ടായിരുന്ന 3ാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വിഭാഗങ്ങൾ ഏതെല്ലാം? 3 എസ്റ്റേറ്റ് ആണ് ഉണ്ടായിരുന്നത്. 1ാമത്തേതിൽ പുരോഹിതന്മാരും, 2ാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരും, 3ാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടവരാണ് ബാങ്കർമാർ, എഴുത്തുകാർ, അഭിഭാഷകർ എന്നിവർ. അപ്പോൾ 1, 3, 4 എന്നിവരാണ് 3ാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത്. ഓപ്ഷൻ B ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. കലാപസ്ഥലവും നേതാക്കന്മാരെയും തന്നിട്ടുണ്ട്. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഝാൻസിയിലെ നേതാവ് ആരായിരുന്നു? ഝാൻസി റാണി ലക്ഷ്മിബായി. ഇത് കറക്റ്റായിട്ട് തന്നിട്ടുള്ള ഒരു പേരാണ്. അപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ ലക്നൗ ആണ്. ലക്നൌവിലെ നേതാവ് ബീഗം ഹസ്രത് മഹൽ തന്നെയായിരുന്നു. കാൺപൂർ നാനാ സാഹിബാണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയുമായിരുന്നു. അപ്പോൾ ഇത് നാലും തന്നെ നേരെ തന്നെയാണ്, കറക്റ്റായിട്ട് തന്നെയാണ് മാച്ച് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1 എ തന്നെയാണ്. ഝാൻസി റാണി ലക്ഷ്മിഭായ്, ലക്നൗ ബീഗം ഹസ്രത് മഹൽ, കാൺപൂർ നാനാ സാഹിബും ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയുമായിരുന്നു നേതാക്കന്മാർ. ഓക്കെ, അടുത്ത ചോദ്യം, ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ്. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നിവയാണ്. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി എന്നിവ ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങളായിരുന്നു കേട്ടോ. ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി എന്നിവ ത്രികക്ഷി സഖ്യത്തിലും ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഏർപ്പെട്ടിരുന്നത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നിവയായിരുന്നു കേട്ടോ. ഓക്കെ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് രാജാറാം മോഹൻ റോയിയാണ്. രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? നിസ്സഹകരണ സമരം നിർത്തിവെക്കുന്നതിനായിട്ട് ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിസ്സഹകരണ സമരം ഗാന്ധിജി നിർത്തിവെക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമല്ല ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭം ഏത് എന്നാണ് ചോദ്യം. ശ്രദ്ധിച്ച് വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യാം കേട്ടോ. ഓപ്ഷൻ എയിൽ തന്നെ ചമ്പാരൻ സത്യാഗ്രഹം ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നിസ്സഹകരണ സമരമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. ഓക്കെ, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തു. രാജാറാം മോഹൻ റോയ് ആണ് സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്ത ഒരു പ്രധാനപ്പെട്ട നേതാവ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചു. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു. ഒഡീഷയിൽ ജനിച്ചു. ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം ബംഗാളിലാണ് ജനിച്ചത്. ഒഡീഷ എന്ന് കൊടുത്തിട്ടുള്ളത് തെറ്റാണ് കേട്ടോ. അപ്പോൾ 4 മാത്രമാണ് തെറ്റ്. 1, 2, 3 എന്നിവ ശരിയാണ്. 4 മാത്രമാണ് തെറ്റ്. ഓക്കെ, താഴെ പറയുന്നവരിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? ഓപ്ഷൻസ് നോക്കാം. സി കൃഷ്ണൻ നായർ, കുമാരനാശാൻ, രാഘവ പൊതുവാൾ, മന്നത്ത് പത്മനാഭൻ. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ സി കൃഷ്ണൻ നായരും രാഘവ പൊതുവാളുമായിരുന്നു കേട്ടോ. സി കൃഷ്ണൻ നായരും രാഘവ പൊതുവാളും. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 1, 3. താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. റൗലറ്റ് ആക്ടിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയായിരുന്നു ഇത്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്നത്. 1909 ഈ നിയമം നിലവിൽ വന്നു എന്ന് പറഞ്ഞു. 1909 1919 കേട്ടോ. 1919 മൂന്നാമത്തെ പ്രസ്താവന തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 1919 റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ കരിനിയമം എന്ന് പറയുന്ന ഈ ഒരു ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്.
പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താമെന്നതും ആ ഒരു നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തത് മാത്രമാണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളോട് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2, 4 കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 1919 റൗലറ്റ് ആക്ട് നിലവിൽ വരുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ ആരാണ്? വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ ഫ്രഞ്ചുകാരാണ് കേട്ടോ, ഫ്രഞ്ചുകാർ. സംസ്ഥാന രൂപീകരണ വേളയിൽ ബോംബെ, മദ്രാസ്, ഹൈദരാബാദ്, കൂർഗ് എന്നിവിടങ്ങളിലെ കന്നഡ സംസാരിക്കുന്ന പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്ത് മൈസൂർ സംസ്ഥാനം രൂപീകരിച്ചു. ഈ സംസ്ഥാനത്തിന് കർണാടകം എന്ന് നാമകരണം ചെയ്യപ്പെട്ട വർഷം ഏതാണ്? 1973 കേട്ടോ. 1973 മൈസൂർ സംസ്ഥാനത്തെ കർണാടകം എന്ന് പുനർനാമകരണം ചെയ്യുന്നത്. ബോംബെ ക്രോണിക്കിൾ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ബോംബെ ക്രോണിക്കിൾ എന്ന പത്രസ്ഥാപകനാണ് ഫിറോസ് ഷാ മേത്ത. ഫിറോസ് ഷാ മേത്തയാണ് ബോംബെ ക്രോണിക്കിളിന്റെ സ്ഥാപകൻ. 1640 മുതൽ 20 വർഷക്കാലം ലോങ് പാർലമെന്റ് നിലനിന്ന രാജ്യം ഏതാണ്? 1640 മുതൽ 20 വർഷത്തോളം ലോങ് പാർലമെന്റ് നിലവിൽ നിന്ന രാജ്യമാണ് ഇംഗ്ലണ്ട്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻസ് നോക്കാം. വിധവാ പുനർവിവാഹം നിരോധിച്ചു. വിധവാ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 കൊടുത്തിരിക്കുന്ന എന്തായാലും തെറ്റാണ്. 1 തെറ്റായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബാക്കി നോക്കാം. അടിമത്തം നിരോധിച്ചു, ശരിയാണ്. സതി നിരോധിച്ചു, ശൈശവ വിവാഹം നിരോധിച്ചു. അടിമത്തം നിരോധിച്ചു, സതി നിരോധിച്ചു, ശൈശവ വിവാഹം നിരോധിച്ചു എന്നിവ ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 2, 3, 4 എന്നിവയാണ് ശരി. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങളാണ് അടിമത്തം നിരോധിച്ചു, സതി നിരോധിച്ചു, ശൈശവ വിവാഹം നിരോധിച്ചു. ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ തിരഞ്ഞെടുക്കുക. ഗാന്ധിജി ഇടപെട്ട പ്രധാനപ്പെട്ട സമരങ്ങൾ, പ്രാദേശിക സമരങ്ങളാണ് ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ഖേദ സത്യാഗ്രഹം എന്നിവയൊക്കെ. നോക്കാം. അഹമ്മദാബാദിലെ തുണിമിൽ സമരം, ഖേദയിലെ കർഷക സമരം, തെലങ്കാന സമരം, സ്വദേശി സമരം എന്നിവ ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ ഉൾപ്പെടുന്നില്ല. നമ്മളോട് ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 3 and 4 ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. പത്രങ്ങളും അവയ്ക്ക് നേതൃത്വം നൽകിയവരെയുമാണ് കൊടുത്തിട്ടുള്ളത്. യങ് ഇന്ത്യ ഹരിജൻ എന്നീ പത്രങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ഗാന്ധിജിയാണ്. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഗാന്ധിജിയാണ്. അപ്പോൾ ഒന്നാമത്തേത് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ള ജോഡിയാണ്. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ദാദാബായ് നവറോജിയാണ് കേട്ടോ. വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജിയുടെ പത്രമാണ്. അപ്പോൾ മൂന്നാമത്തേത് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ജോഡിയാണ്. വന്ദേ മാതരം ലാല ലജ്പത് റായ് ആരംഭിച്ചിട്ടുള്ള പത്രമാണ്. വന്ദേ മാതരം ആരംഭിച്ചത് ആരാണ്? ലാല ലജ്പത് റായ് ആണ്. അപ്പോൾ ഇവിടെ 2ഉം 4ഉമാണ് ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. ശരിയായ ജോഡിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചത് ആരാണ്? സൈമൺ ബൊളീവർ ആണ് കേട്ടോ. സൈമൺ ബൊളീവർ. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചത് സൈമൺ ബൊളീവർ ആണ്. 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്രയാണ്? 14 സംസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 1956 നിലവിലുണ്ടായിരുന്നത്. ഓക്കെ.
താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ എന്നത്. ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് റെയിൻ ഓഫ് ടെറർ. അപ്പോൾ 1 ഉൾപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അതെന്തായാലും അല്ല. ഓക്കെ, മുകളിൽ പറഞ്ഞവയെല്ലാം എന്ന ഡി ഓപ്ഷന് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന പ്രസ്താവനയാണ് തന്നിട്ടുള്ളത്. ബ്ലഡി സൺഡേ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ രണ്ടാമത്തേത് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുന്നത്. ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു എന്ന് കൊടുത്തിട്ടുണ്ട്. 1949 ആകുമ്പോഴത്തേക്കും എല്ലാം കെട്ടടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ 4ാമത്തേതും തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് ഒന്ന് SCERT റെഫർ ചെയ്യാവുന്നതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് 2 and 4 ആണ്. 2ഉം 4ഉമാണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നോക്കിക്കേ, ഇത് 10th സ്റ്റാൻഡേർഡ് SCERTയുടെ സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ആണ്. റഷ്യൻ വിപ്ലവം എന്ന് കറക്റ്റായിട്ട് ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് ഇതേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നോക്കാം. 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിനു നേരെ പട്ടാളം വെടിവെച്ചു. 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവം രക്തരൂക്ഷിത ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്ന് അറിയപ്പെട്ടു. ഓക്കെ, അപ്പോൾ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് നമുക്ക് മനസ്സിലായി. അടുത്തത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നോക്കാം. ഇതും അതേ ടെക്സ്റ്റിൻ്റെ ബാക്കി ഭാഗമാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1911 ഡോക്ടർ സന്യാത് സെന്നിന്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്നു. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. തുടർന്ന് ദക്ഷിണ ചൈനയിൽ സന്യാത് സെന്നിന്റെ നേതൃത്വത്തിൽ കുമിങ്ദാങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. സന്യാത് സെൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. അതുപോലെ ഈ ഒരു ലാസ്റ്റ് പോയിന്റ് നോക്കിക്കേ. ഈ ഒരു ജനകീയ പ്രക്ഷോഭത്തിന് ശേഷം ലാസ്റ്റ് പോയിന്റ് നോക്കിക്കേ. 1949 ഒക്ടോബർ 1 ചൈന മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറി. അപ്പോൾ അവസാനിക്കുമ്പോഴാണ് 1949 ഈ ഒരു വിപ്ലവത്തിന്റെ എല്ലാം അവസാനം വരുന്നത്. അപ്പോൾ ഓപ്ഷൻ അങ്ങനെയാണ് നമുക്ക് തെറ്റായിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഉഷാ മേത്തയുമായി ബന്ധപ്പെട്ട സംഭവം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ കാലത്ത്, അതായത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ സമയത്ത് രഹസ്യ റേഡിയോ പ്രവർത്തിപ്പിച്ചു. ഉഷാ മേത്തയുമായി ബന്ധപ്പെട്ട സംഭവം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ സമയത്ത് രഹസ്യ റേഡിയോ പ്രവർത്തിപ്പിച്ചു എന്നതാണ്. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ്? രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ജെയിംസ് രണ്ടാമനാണ്. ജെയിംസ് രണ്ടാമൻ. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഏതായിരുന്നു? ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സൂററ്റ് ആയിരുന്നു കേട്ടോ. സൂറത്ത്. ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യം ഇതിൽ ഏതാണ്? ഡച്ചുകാരുടെ പ്രധാന കോളനി ഏതായിരുന്നു? ഇന്തോനേഷ്യ ആയിരുന്നു കേട്ടോ. ഇന്തോനേഷ്യ. ഇവിടെ തന്നിട്ടുള്ളവയിൽ ഇന്തോനേഷ്യയാണ് ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യം. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആരാണ്? ലക്നൌവിൽ നയിച്ചത് ആരാണ്? ബീഗം ഹസ്രത് മഹലാണ്. ബീഗം ഹസ്രത് മഹലാണ് ലക്നൌവിൽ കലാപത്തെ നേതൃത്വം നൽകിയത്. ഓക്കെ. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധമുയർത്തിയ ആൾ ആരാണ്? അദ്ദേഹം മംഗൾ പാണ്ഡെ ആണ് കേട്ടോ. മംഗൾ പാണ്ഡെ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാ റാം മോഹൻ റോയ്. ബംഗാളിനെ 2ആയി വിഭജിച്ച വൈസ്രോയി ആരാണ്? ബംഗാളിനെ 2ആയി വിഭജിച്ച വൈസ്രോയി കഴ്സൺ പ്രഭു ആണ് കേട്ടോ. കഴ്സൺ പ്രഭു. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടേതാണ്?
സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക്. അടുത്ത ചോദ്യം, 1ഉം 2ഉം ലിസ്റ്റിലെ വർഷവും സംഭവങ്ങളും ചേരുംപടി ചേർത്ത് കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക. ലിസ്റ്റ് 1ൽ സംഭവങ്ങളും ലിസ്റ്റ് 2ൽ വർഷവും കൊടുത്തിട്ടുണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം, ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവയാണ് സംഭവങ്ങളായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാം ഉപ്പു സത്യാഗ്രഹം 1930 എന്ന്. ഉപ്പു സത്യാഗ്രഹം 1930 ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 2, 3 ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ആകെ 2 ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് എ ആൻഡ് സി എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ബാക്കി നോക്കാം. നിസ്സഹകരണ പ്രസ്ഥാനം ഏത് വർഷമാണ്? നിസ്സഹകരണ പ്രസ്ഥാനം 1920 നിസ്സഹകരണ പ്രസ്ഥാനം 1920 ഉപ്പു സത്യാഗ്രഹം 1930 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം 1934 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം. ക്വിറ്റ് ഇന്ത്യ സമരം 1942 ഓക്കെ, 1942 ക്വിറ്റ് ഇന്ത്യ സമരം. നിസ്സഹകരണ പ്രസ്ഥാനം എപ്പോഴാണ്? 1920 ഉപ്പു സത്യാഗ്രഹം 1930. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം വരുന്നത് 1934 ക്വിറ്റ് ഇന്ത്യ സമരം 1942 ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവ കാലഗണനാ ക്രമത്തിൽ ക്രമീകരിക്കുക. ഇപ്പൊ ഒരുപാട് ചോദ്യം നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? കാലഗണനാ ക്രമത്തിൽ ക്രമീകരിക്കുക എന്ന് പറഞ്ഞിട്ട് നോക്കാം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, സൈമൺ കമ്മീഷൻ, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ചമ്പാരൻ സത്യാഗ്രഹം എന്നിവയാണ് തന്നിട്ടുള്ളത്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഏത് വർഷമാണ്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. സൈമൺ കമ്മീഷൻ 1927 1927 സൈമൺ കമ്മീഷൻ വരുന്നത്. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എപ്പോഴായിരുന്നു? 1918 1918 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. ചമ്പാരൻ സത്യാഗ്രഹം എല്ലാവർക്കും അറിയാം 1917 1917 ഓക്കെ. അപ്പോൾ കാലഗണനാ ക്രമത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ഏതാണ് ആദ്യം വരുന്നത്? ചമ്പാരൻ സത്യാഗ്രഹമാണ് അല്ലേ? ചമ്പാരൻ സത്യാഗ്രഹം ആദ്യം വരുന്നു. അപ്പോൾ ഓപ്ഷൻ 2 ക്യാൻസൽ ആയിപ്പോയി. ബാക്കി നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹം, പിന്നീട് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് 1918 വരുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ആദ്യം ചമ്പാരൻ സത്യാഗ്രഹം 1917, പിന്നീട് 1918 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, സൈമൺ കമ്മീഷൻ 1927 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942 വന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനങ്ങളിലൊന്നാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ് ആരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ് സൂര്യ സെൻ ആണ്. സൂര്യ സെൻ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യയിലെ ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരായും നടന്ന തെബാഗ സമരം നടന്ന സ്ഥലം ഏതാണ്? തെബാഗ സമരം ബംഗാളാണ്. ബംഗാൾ SRTയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? തെബാഗ സമരം നടന്നത് ബംഗാളിലാണ്. റിപ്പീറ്റഡ് ആയി വരുന്ന മറ്റൊരു ഭാഗമാണ് പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കൂട്ടത്തിൽ പെടാത്തത് പോറ്റി ശ്രീരാമലു ആണ്. പോറ്റി ശ്രീരാമലു. ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ ഇവിടെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന നയവും എന്തായാലും ഉൾപ്പെടുന്നതാണ്. പത്രങ്ങളും ആനുകാലികങ്ങളും, ബ്രിട്ടീഷ് നയവും ഇൽബർട്ട് ബിൽ വിവാദവും, യുദ്ധത്തിനു മുൻപുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി. ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന നയവും ഉൾപ്പെടുന്നുണ്ട്. പത്രങ്ങളും ആനുകാലികങ്ങളും ഉൾപ്പെടുന്നു. അതുപോലെ ബ്രിട്ടീഷ് നയവും ഇൽബർട്ട് ബിൽ വിവാദവും എന്തായാലും ഉൾപ്പെടുന്നുണ്ട്. യുദ്ധത്തിന് മുൻപുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി എന്നതും ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണമാണ്. അപ്പോൾ 4 തന്നെ കാരണമായിട്ട് വരുന്നു. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.